UDFും BJPയും നിലവിലുള്ള ഒരു MP KPCC പ്രസിഡന്റിനെ സ്വാഗതം ചെയ്യുമ്പോൾ ആരാധ്യനായ നമ്മുടെ പ്രസിഡന്റ് K. സുരേന്ദ്രൻ എന്ന് പറഞ്ഞു പോയത് അബദ്ധമാണെന്ന് മറ്റുള്ളവർ കരുതുന്നുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ മനസ്സ് BJPയോടൊപ്പമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. LDF നേരത്തെ തന്നെ സീറ്റ് വിഭജനം പൂർത്തീകരിക്കുകയും ഓരോ കക്ഷികൾക്കും ഏതേത് സീറ്റുകൾ മത്സരിക്കണം എന്ന ധാരണ LDF ഉണ്ടാക്കിയതിന് ശേഷം എല്ലാ പാർട്ടികളും അവരവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. CPIMന് അനുവദിച്ച സീറ്റാണ് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം. കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വേണ്ടി CPIM സംസ്ഥാന കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി തീരുമാനിച്ചതിൻ്റെ പ്രഖ്യാപനമാണ് സംസ്ഥാന സെക്രട്ടറി നടത്തിയിരിക്കുന്നത്. ഇനി വോട്ടർമാരെയെല്ലാം കാണുകയും വോട്ട് അഭ്യർത്ഥിക്കുകയുമാണ് വേണ്ടത്. 7 അസംബ്ലി മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലമായതിനാൽ എല്ലാ വോട്ടർമാരെയും അവരവരുടെ വീടുകളിൽ താമസ സ്ഥലത്ത് പോയി വോട്ട് അഭ്യർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അത് അസാധ്യമാണ് എന്നതിനാൽ മാധ്യമങ്ങൾ വഴിയും LDFിൻ്റെ പ്രവർത്തകന്മാർ വഴിയും നമ്മുടെ നാട്ടിൽ ജനങ്ങളുമായി സംവദിക്കാനും വോട്ട് അഭ്യർത്ഥിക്കാനുമാണ് കഴിയുക. മുതൽ തന്നെ LDFിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുകയാണ്. വോട്ടർമാരെ പരമാവധി നേരിൽ കാണാൻ പരിശ്രമിക്കും. ഒരു കാര്യം എല്ലാ വോട്ടർമാരോടും കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിൽ നന്മയുടെ രാഷ്ട്രീയവും തിന്മയുടെ രാഷ്ട്രീയവും തമ്മിലുള്ള പോരാട്ടമാണ്. നന്മയെ പ്രതിദാനം ചെയ്യുന്നതാണ് LDF, തിന്മയെ പ്രതിദാനം ചെയ്യുന്നവരാണ് UDFും BJPയും. നിലവിലുള്ള ഒരു MP KPCC പ്രസിഡന്റിനെ സ്വാഗതം ചെയ്യുമ്പോൾ ആരാധ്യനായ നമ്മുടെ പ്രസിഡന്റ് K. സുരേന്ദ്രൻ എന്ന് പറഞ്ഞു പോയത് അബദ്ധമാണെന്ന് മറ്റുള്ളവർ കരുതുന്നുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ മനസ്സ് BJPയോടൊപ്പമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. മിനിഞ്ഞാന്നാണ് കന്യാകുമാരിയിലെ കോൺഗ്രസ് MLA BJPയിലേക്ക് പോയത്. ഇന്നലെയാണ് ജാർഖണ്ഡിലെ ഏക MP കോൺഗ്രസ് വിട്ട് BJP പോയത്. അവരാവട്ടെ മുൻ മുഖ്യമന്ത്രി, കോൺഗ്രസ് നേതാവ്, അവരുടെ ഭാര്യയുമാണ്. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് കൂട്ടപലായനമാണ് BJPയിലേക്ക് ഉണ്ടാവുന്നത്. ഇത് തെളിയിക്കുന്നത് BJP ഉയർത്തുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി അപകടത്തിലാക്കുന്ന, ഭരണഘടന തകർക്കുന്ന, ജനാധിപത്യവും മതനിരപേക്ഷതയും ഫെഡറലിസവും ഇല്ലാതാക്കുന്ന വെല്ലുവിളിയെ നേരിടാൻ കോൺഗ്രസിനാവില്ല എന്നാണ്. കോൺഗ്രസിന് നാം ഒരു വോട്ട് ചെയ്താൽ അതിലൂടെ ഒരു MP കോൺഗ്രസിന് കിട്ടിയാൽ ആ MP BJPയിലേക്കാണ് എത്തിച്ചേരുക. രാജ്യത്തിൻ്റെ ഭാവി ആഗ്രഹിക്കുന്ന ഒരാളും ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് കേരളം ജനാധിപത്യവും മതനിരപേക്ഷതയും പുലർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഉൾക്കൊള്ളുന്ന കേരളം മതനിരപേക്ഷ പക്ഷത്താണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെങ്കിൽ രാഷ്ട്രീയ നയത്തിൽ ഉറച്ച മതനിരപേക്ഷ പക്ഷത്താണ്. മാത്രമല്ല ആഗോളവൽക്കരണത്തിന് ബദൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഭരിക്കുന്നത്.